ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. അങ്ങനെ ഒരാഴ്ചയും കൂടി അങ്ങോട്ട് കഴിഞ്ഞു. FM തിരുമേനിക്ക് കുറച്ച് വ്യായാമമൊക്കെ പതിവുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ തിരുമേനിയുടെ ചില ചാർച്ചക്കാർ ഇല്ലത്ത് വന്നതുകൊണ്ട് പ്രഭാത നടത്തം നടന്നില്ല. എന്നാൽ വൈകുന്നേരമാവാന്ന് വെച്ചു. റോട്ടിലിറങ്ങിയപ്പോൾ എന്താ കഥ, റോഡരികിലുണ്ടായിരുന്ന വലിയ വലിയ ബോർഡുകളൊക്കെ കോർപ്പറേഷൻകാർ നല്ല ശുഷ്കാന്തിയോടുകൂടി ഇങ്ങനെ പൊളിച്ചടക്കണു, വണ്ടിയിലാക്കി കൊണ്ടുപോകണു. വെയിലും മറ്റും കൊണ്ട് പൊടി പിടിച്ച് ദ്രവിച്ച് കിടന്ന ബോർഡുകളൊക്കെ ഒരാഴ്ച കൊണ്ട് അപ്രത്യക്ഷമായി. ഹൈക്കോടതിയിൽ നിന്ന് അടി കിട്ടുന്നായപ്പോൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് സെക്രട്ടറിമാർ രായ്ക്ക് രാമാനം ബോർഡുകളും തേടി നടത്താൻ തുടങ്ങി. 5000 ഉറുപ്പിയും കോടതിയെ ലക്ഷ്യവും നേരിടേണ്ടി വരുന്നായപ്പോൾ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ബോർഡുകൾ ലോറിയിലും ഉന്തുവണ്ടിയിലൊക്കെ യാത്രയായി എന്നർത്ഥം. ഇനിയിപ്പോൾ കൂട്ടിട്ട ബോർഡുകൾ എന്ത് ചെയ്യുന്ന ആർക്കും ഒരു രൂപമില്ല അത്രേ. അതിനും കോടതി ഇടപെടേണ്ടി വരുമോന്നാ അറിയേണ്ടത്. എന്തായാലും താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. രണ്ട് നമ്പൂരാർ തമ്മിൽ ഇക്കൊല്ലം ചക്കയും മാങ്ങയൊക്കെ ധാരാളമുണ്ടോ കറുത്തേടം? അപ്പോൾ കറുത്തേടം ഓഹോ ധാരാളമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തിരുമേനി ചക്കയോളുണ്ടോ ഹേ മാങ്ങ? അപ്പോൾ കറുത്തേടം അതില്ല, ചക്ക തന്നെയാ ഇക്കൊല്ലവും വലുത്. ഈ അടുത്ത് FM തിരുമേനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പ് കൂടെ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ പണ്ട് ദുര്യോധനന് പാണ്ഡവരുടെ രാജധാനിയിലുണ്ടായ മാതിരി സ്ഥലജല വിഭ്രാന്തി ഉണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടമൊക്കെ അപ്രത്യക്ഷമായി കിടക്കണു. തേച്ചാലും കുളിച്ചാലും പോവാത്ത ചില മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ച ബാനറോള് കണ്ടപ്പോഴാണ് ഇത് യൂണിവേഴ്സിറ്റിയാന്ന് തന്നെ FM തിരുമേനി അങ്ങോട്ട് ഉറപ്പിച്ചത്. ഇനി പഴയ പോലത്തെ കവാടവും ഗേറ്റും ഒക്കെ വരാൻ എത്ര കാലം എടുക്കുന്ന ആർക്കും ഒരു രൂപമില്ല. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നയാ പൈസ ഇല്ലാത്ത കാലമല്ലേ. അപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റികളുടെ കയ്യിൽ എങ്ങനെയാ പണം ഉണ്ടാവുക? യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ എന്തായിത്തീരുന്ന് യാതൊരു രൂപമില്ല. ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യാന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ യുവതലമുറ നമ്മുടെ നാട് വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയത്. എന്നാൽ ഇല്ലോം ഇല്ലപ്പറമ്പും വിട്ട് FM തിരുമേനി എങ്ങോട്ടുമില്ല. ആരാൻ്റെ പല്ലിനേക്കാൾ നല്ലത് അവനോൻ്റെ മോണയാന്ന് പോയവർക്കൊക്കെ ഒരു ദിവസം ബോധ്യവും. കണ്ടാലറിയാത്തോൻ കൊണ്ടാൽ പഠിക്കുന്നതാണല്ലോ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. പണ്ട് 3ാം ക്ലാസ് ടിക്കറ്റ് എടുത്ത് 1ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയ നമ്പൂരിയോട് ഒരു TTR ചോദിച്ചു, തിരുമേനി എടുത്തത് 3ാം ക്ലാസ് ടിക്കറ്റ് അല്ലേ, ഇത് 1ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റാ? അപ്പോൾ നമ്പൂരി അങ്ങനെയാ, പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിപ്പോഴേ 7:30 ശനിയാ, നിന്നിടത്തും ചെന്നിടത്തും കയറിയിടത്തൊക്കെ നഷ്ടാ, എന്താ ചെയ്യുക, അനുഭവിക്കുക തന്നെ. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞ പോലെയായി സ്കൂളുകളിലെ പരീക്ഷാ പേപ്പറിൻ്റെ കാര്യം. 10ാം ക്ലാസ്, +1, ക്രിസ്തുമസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് പാവപ്പെട്ടവർ പണക്കാർ എന്നുള്ള ഭേദമില്ലാണ്ട് യൂട്യൂബ് വഴി കിട്ടാൻ പോവാച്ചാൽ വിജയശതമാനം ഇനിയും കൂടുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് ശിവിദ്വാന്മാർ കോപ്പി അടിക്കുന്നുണ്ടെന്ന് പരാതി ഉണ്ടായപ്പോൾ അന്വേഷണവും റിപ്പോർട്ട് കൊടുക്കലും മുറ പോലെ നടന്നിരുന്നു. നടപടി ഉണ്ടായോ എന്ന് മാത്രം ചോദിക്കരുത്. നമ്മുടെ നാട്ടിൽ സഹപാഠികളെ ദ്രോഹിച്ചാലും സ്വർണ്ണക്കടത്ത് നടത്തിയാലും ആളിനെ കൊന്നാലും വരെ അന്വേഷണങ്ങൾ തകൃതിയായിട്ട് അങ്ങോട്ട് നടക്കും. റിപ്പോർട്ടുകൾ യഥേഷ്ടം വരും. ഇതിലും വലിയ കാര്യങ്ങൾ വരുമ്പോൾ ആളിൽ പഴയത് മുടക്കും.
ഇതൊന്നും നടക്കാണ്ടായാൽ ചൽ മാവേലി ഭരിച്ചിരുന്ന കാലത്തെ പോലുള്ള നാടായിരുന്നു ചൽ. പേപ്പറും വീക്കിലൊക്കെ ഉണ്ടോ? ചാനലുകളുണ്ടോ? സാക്ഷാൽ ദീപസ്തംഭം തന്നെ ഉണ്ടോ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്പൂരി എവിടേക്കോ പോവാൻ അങ്ങോട്ട് തുടങ്ങി. ഇല്ലത്ത് നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ പഠിക്കല് ഏതോ ഒരാൾ തലചുറ്റി വീണ് കിടക്കണത് കണ്ടു. അപ്പോൾ നമ്പൂരി ഇല്ലത്തേക്ക് നോക്കിക്കൊണ്ട്, ഉണ്ണി ഒരു കിണ്ടി വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരൂ, വേണം, ഇവിടെ ദേ ഒരാൾ തലചുറ്റി വീണ് കിടക്കണു. ഉണ്ണി വേഗം വെള്ളം കൊണ്ടുചെന്ന് അങ്ങോട്ട് കൊടുത്തു. നമ്പൂരി അത് വാങ്ങി നിന്ന നിൽപ്പിൽ മുഴുവൻ കുടിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഓരോന്ന് കണ്ടാലേ ഉടനെ അങ്ങോട്ട് വെള്ളം കുടിക്കണം. സത്യസന്ധന്മാരിൽ പല വിഭാഗങ്ങളുള്ള മാതിരി കള്ളന്മാരിലും പല തരക്കാരുണ്ട്. സത്യസന്ധന്മാരിൽ എങ്ങനെയാ പലതരം എന്നാവും നിങ്ങൾ ചോദിക്കാൻ പോണ. പുരാണ കഥയിലെ ഹരിശ്ചന്ദ്രൻ്റെ മാതിരി ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും പറ്റുമോ? കഴിയണതും സത്യം പറയുക. എന്നാൽ മുഴുവൻ സത്യങ്ങളും വിളിച്ചു പറയാൻ പറ്റുമോ എന്ന് സംശയ. ഇന്നത്തെ കാലത്ത് ആള് നുണ പറയാത്തത് ക്യാമറ സംവിധാനവും നിരീക്ഷണമൊക്കെ ഉള്ളതുകൊണ്ടാ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പറയണ വിദ്വാന്റെ രൂപം പുറത്തിറങ്ങിയാൽ 10-12 ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ പോലീസ് സ്റ്റേഷനുകളിൽ 3-ാം മുറയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞത്. എന്നാൽ പോലീസ് സ്റ്റേഷനുകളിൽ പോണ്ടി വരേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് മുഴുവൻ 3-ാം മുറയും നിർത്തലാക്കിയോന്ന് നിശ്ചയില്ല. എന്നാൽ പറഞ്ഞു വരുന്നത് കള്ളന്മാരുടെ കാര്യമല്ലേ. വീടുകളിലെ കോലായെന്ന് ചെരുപ്പ് വരെ കക്കണ ശല്യക്കാരായ കള്ളന്മാരും സ്വർണം, മൊബൈല് ഇത്യാദി മാത്രം കക്കണവരും വരെ പല തരക്കാരുണ്ട്. പൂച്ചയ്ക്ക് എന്താ പൊന്നുരുക്കണോടത്തുനിന്ന് കാര്യം എന്നാണ് നമ്മുടെ ബൈപ്പാസിൽ കള്ളന്മാരിറങ്ങി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. മാഹി ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂരിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റിന്റെ ബാറ്ററി ഇസ്കിയിട്ടാണ് കള്ളന്മാർ മാതൃക കാണിച്ചത്. ഇത് കാരണം 2 ഭാഗത്തേക്കുള്ള സർവീസ് റോഡുകളും സ്പിന്നിംഗ് വിൽ മാഹി റോഡും അടയ്ക്കേണ്ടി വന്നു അത്രേ. സിഗ്നൽ ഉണ്ടായാൽ തന്നെ അപകടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ സിഗ്നൽ കൂടി ഇല്ലാണ്ടായാലത്തെ കഥയോ. എന്നാൽ ഈ ബാറ്ററി വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്നാ തിരുവേലിക്ക് മനസ്സിലാവാത്തത്. പണ്ടൊരു വിദ്വാൻ പറഞ്ഞ മാതിരി കുമ്മായ ആണെങ്കിലും ശർക്കര കൂട്ടി തിന്നാം. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. എപ്പോഴാ സാധാരണ വാഹനങ്ങൾ ബ്രേക്ക് ഇടുക? അപകടം വരുമ്പോൾ അത് ഒഴിവാക്കാൻ. എന്നാൽ വണ്ടികൾ ഇങ്ങനെ ബ്രേക്ക് ഇടൽ പതിവില്ല. ഗുജറാത്തിലെ ഭാവ്നഗർ രജൌല എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ലോക്കോ പൈലറ്റ് ബ്രേക്ക് സംവിധാനം പരീക്ഷിച്ചത്. ഹാപ്പയെന്ന് പിബാവാവ് എന്ന് പറയുന്ന തുറമുഖത്തേക്ക് ചരക്ക് കൊണ്ടുപോകായിരുന്നു ഈ വണ്ടി. ഡ്രൈവർ നോക്കുമ്പോൾ പാളത്തിൻ്റെ മുകളിൽ 1 അല്ല സിംഹങ്ങൾ 5 രാജകീയമായിട്ട് പാളങ്ങൾ അങ്ങോട്ട് മുറിച്ചു കിടക്കണു. പൈലറ്റ് ഒന്നും നോക്കിയില്ല. യാത്രാ വണ്ടിയൊന്നും അല്ലല്ലോ. എമർജൻസി ബ്രേക്ക് അങ്ങോട്ട് പ്രയോഗിച്ചു. വണ്ടി ഷഠേന്ന് അങ്ങോട്ട് നിന്നു. എന്നാൽ ഗുജറാത്തിൽ തന്നെ ചലാല ഡാരി സെക്ഷനിൽ ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ മുമ്പിൽ മുഖം കാട്ടിയത് ഒരു സിംഹവും 2 സിംഹക്കുട്ടികളും. അവിടെയും ബ്രേക്ക് ഇട്ടതുകൊണ്ട് ഈ സിംഹ കുടുംബം രക്ഷപ്പെട്ടു. നമ്മുടെ പാലക്കാട് വാളയാറിൽ ആനകൾ സ്ഥിരമായിട്ട് റെയിൽപാളങ്ങളിൽ അപകടത്തിൽപ്പെട്ട് ചെരിയണത് പതിവായിരുന്നല്ലോ. അവിടെ വേലി കെട്ടിയിട്ട് ഇത് തടഞ്ഞിരുന്നു എന്നാ കേൾക്കണത്. സിംഹവും കടുവയും ആനയും ഒക്കെ ശിയായിട്ട് നാട്ടിലല്ലേ ഇറങ്ങി നടക്കണത്. കാട്ടിൽ നിവൃത്തിയില്ലാണ്ടാവുമ്പോഴല്ലേ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുക. നാട്ടിൽ രക്ഷയില്ലാച്ചാൽ മനുഷ്യർ എങ്ങടാ പോവാന്നാ രൂപമില്ലാത്ത. ഇനി വന്യമൃഗങ്ങളെ പേടിച്ച് വല്ല ചന്ദ്രനിലും പോയി താമസിക്കേണ്ടി വരുമോ എൻ്റെ ശിവനെ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്മുടെ നാഷണൽ ഹൈവേയിലെ റോഡുകളൊക്കെ ശിഖയമാവാൻ പോവാന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? എന്നാൽ
ഇതൊക്കെ കേമായി വരുമ്പോൾ പല കെട്ടിടങ്ങളുടെയും മുഖച്ഛായന്നെ അങ്ങോട്ട് മാറും. സ്ഥലങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാണ്ടാവും. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ FM തിരുമേനി നിങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. വയനാട് മാനന്തവാടി അടുത്ത് ചെക്ക് ഡാം കാണാനെത്തിയവർ തമ്മിൽ സംഘർഷം ഉണ്ടായിത്രേ. ഇതിലിടപെട്ട ഒരു പാവം ആദിവാസി യുവാവിനെ കാറിന്റെ വാതിലിൽ ചേർത്തടച്ചിട്ട് റോട്ടിൽ കൂടെ വലിച്ചഴിച്ചു എന്നാണ് പറയണേക്കണേ. ഇത് ചെയ്ത ആളെ മൃഗങ്ങളാന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ കേസ് കൊടുക്കും. ഇങ്ങനെയുള്ളവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് FM തിരുമേനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു രൂപം കിട്ടിയില്ല. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇത്യാദികളുടെ ഉടമസ്ഥനായിട്ടുള്ള മാർക്ക് സക്കർബർഗിൻ്റെ പുതിയ ആഡംബര വാച്ചിൻ്റെ വില വെറും 5 കോടി റുപ്യ. ഇതിൻ്റെ കനം 1.7 മില്ലിമീറ്റർ മാത്രമാണ് അത്രേ. അപ്പം ഇനിയും ഈ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എന്നാൽ സ്റ്റുഡിയോ ക്ലോക്കിൽ അടുത്ത പരിപാടിക്കുള്ള സമയമാവണു. അപ്പം എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള ഒരാഴ്ച അങ്ങോട്ട് ആശംസിക്കണു. നിങ്ങളുടെ സ്വന്തം FM തിരുമേനി. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.